ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സൂര്യാസ് ട്രാവൽ ആൻഡ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയിലക്കറിയാണ്. അപ്പോൾ നമ്മൾ മുരിങ്ങയിലക്കറി വെക്കുന്നതിന് മുമ്പായിട്ട് മുരിങ്ങയില കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ഈ മുരിങ്ങയില. ഇതിനകത്ത് വൈറ്റമിൻ സി, ഇ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമായവരിൽ കണ്ടുവരുന്ന അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളുടെ സാധ്യത ഇത് വളരെയധികം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ മുരിങ്ങയിലയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ഡൈജഷന് സഹായിക്കുന്നു. കൂടാതെ ഭക്ഷണശേഷം നമ്മുടെ സ്റ്റൊമക്കിൽ അടിഞ്ഞുകൂടുന്ന ആവശ്യമില്ലാത്ത ആസിഡുകളെയൊക്കെ ഇത് പുറന്തള്ളുകയും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആക്കുകയും ചെയ്യുന്നു. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡെക്ടോസിഫിക്കേഷനാണ്. അതായത് ശരീരത്തിനുൾഭാഗം ക്ലീൻ ആക്കുന്ന തരത്തിലാണ് മുരിങ്ങയുടെ പ്രവർത്തനം. മുരിങ്ങ കഴിക്കുന്നത് ടോക്സിനുകളെ പുറന്തള്ളുകയും കരളിനെ വരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോവർ ഡയബറ്റീസ് ആണ്. നമ്മുടെ ഈ മുരിങ്ങയിലയിൽ ധാരാളമായി അസ്കോർബിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. അസ്കോർബിക് ആസിഡ് ഇൻസുലിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുകയും അതുമൂലം ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മുരിങ്ങയില ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. വിറ്റാമിൻ സിയും ബീറ്റ എ, കരോട്ടിൻ തുടങ്ങിയവയും മുരിങ്ങയിലയിൽ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ അകാല നരയും പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങളും മുരിങ്ങയില ഇല്ലാതാക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് എനർജിയാണ്. നമ്മുടെ ഈ മുരിങ്ങയിലയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ആണ്. നമ്മുടെ ഈ മുരിങ്ങയിലയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ അമിത വിശപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന എക്സ്ട്രാ ഫാറ്റ് ഇത് ബേൺ ചെയ്യുന്നു. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ആണ്. അതായത് മുരിങ്ങയില സ്ഥിരമായി കഴിക്കുന്നതിലൂടെ ഹെയർ ഫോൾ, ഹെയർ ഡാമേജ് ഒക്കെ മാറി മുടി വളരാൻ സഹായിക്കുന്നു. അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് കണ്ണിൻ്റെ കാഴ്ച ശക്തിക്ക് ഏറ്റവും ഉത്തമമായ ഒന്നാണ് മുരിങ്ങ. മുരിങ്ങയും ചീരയൊക്കെ ധാരാളം കഴിക്കുന്നത് കാഴ്ചയെ ശക്തിപ്പെടുത്തും. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അൾസറിനെ ചെറുക്കുന്നു എന്നതാണ്. അൾസറിനെ പ്രതിരോധിക്കാൻ മുരിങ്ങ ബെസ്റ്റാണ്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്യാൻസറിനെ തോൽപ്പിക്കുന്നതിനുള്ള കഴിവ് നമ്മുടെ ഈ മുരിങ്ങയ്ക്കുണ്ട്. മുരിങ്ങയ്ക്കായും മുരിങ്ങയിലയൊക്കെ കഴിക്കുന്നത് ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നു. അതുപോലെ കൊളസ്ട്രോളിനെ ചെറുക്കാനുള്ള കഴിവും നമ്മുടെ ഈ മുരിങ്ങയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടു. ഇനി നമുക്ക് മുരിങ്ങയിലക്കറി തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 2 കൈപ്പിടി നിറച്ച് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിനാവശ്യമായ സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, 4 പച്ചമുളക് കീറിയത്, പിന്നെ 50 ഗ്രാം ചെറുപയർ പരിപ്പെടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളവും. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ പോവുകയാണ്. അപ്പം കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പ് വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിനി കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ടു. നമുക്കിനി ഇത് അരയ്ക്കാനായിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. നന്നായിട്ടൊരു തിക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ കറിക്കുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട്.
ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ അടുപ്പിലൊരു പാൻ വെച്ച് ചൂടാക്കുകയാണ്. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി മുരിങ്ങയില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിലർക്ക് ഈ മുരിങ്ങയിലയുടെ മണവും രുചിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഈ മുരിങ്ങയില കഴിക്കാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 1 മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതി. അരപ്പിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമുക്ക് അരപ്പ് പയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മളെപ്പോഴും കറി വെക്കുമ്പോഴത്തേനും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. അപ്പം നമുക്ക് കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കറി ഇച്ചിരി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ തിക്കാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ മുരിങ്ങക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ടേസ്റ്റിയുമാണ്, ഈസിയുമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പം നമ്മുടെ മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. മുരിങ്ങയില കഴിക്കാത്തവർ പോലും ഈ മുരിങ്ങയിലക്കറി കഴിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.